ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ്. തിരുവനന്തപുരത്തേക്കാണ് യാത്ര. നമ്മുടെ ചാവക്കാട് ബീച്ച് വഴിയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ നിന്ന് 6 മണിക്കാണ് പുറപ്പെട്ടത്. ആ നേരത്തുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ എറണാകുളത്ത് 9 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ട്. ലുലു ഒന്നും തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുവഴി പോകുമ്പോൾ മെട്രോ പോകുന്നത് കാണുമോ വിചാരിച്ചു. പക്ഷേ ആ നേരത്ത് മെട്രോയും കണ്ടില്ല. അങ്ങനെ നമ്മുടെ മനോരമയുടെ ഓഫീസും ഒക്കെ ഉണ്ണികൾക്ക് കാണിച്ചു കൊടുത്ത് അതിനെപ്പറ്റി സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. എങ്കിലും ചില ശബ്ദങ്ങൾ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വണ്ടിയിലിരുന്നിട്ട് തന്നെയാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. എവിടെ ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. രാവിലെ വീട്ടിൽ നിന്ന് നൂൽപുട്ടും കറിയൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്തത്. അങ്ങനെ എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് പോകുന്ന സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ ആലപ്പുഴ നല്ല ഭംഗിയുണ്ട്. മറ്റേ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. 5 മണിക്ക് എത്താം എന്നാണ് അവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് 5 മണിക്ക് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. അപ്പോൾ വിഷു ആയിട്ട് പല സ്ഥലങ്ങളിലും നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ തിരുവനന്തപുരം ആ ഭാഗത്തായിട്ടാണ് നമ്മൾ മീൻ വിൽക്കുന്നത്. കുറേ ചേച്ചിമാർ ഇരുന്നിട്ട് മീൻ വിൽക്കുന്നതൊക്കെ കാണുന്നത്. അങ്ങനെ അതെല്ലാം പകർത്തി മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഓരോ സ്ഥലങ്ങളും ഉണ്ണികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇത് ഇന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ബഹളങ്ങളും എല്ലാതും ഉണ്ട്. ഇപ്പോൾ IT കമ്പനികളും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്, വലതുവശത്തായാലും ഇടതുവശത്തായാലും ഒക്കെ. അപ്പോൾ അതിലിടയ്ക്ക് നമ്മൾ രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആവാൻ നേരത്ത് നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിരിയാണി വേണോ പറഞ്ഞപ്പോഴേ അവർക്ക് റോഡ് സൈഡിൽ നിന്ന് തന്നെ എന്തായാലും കടയിൽ നിർത്തി കഴിഞ്ഞാൽ കുട്ടികളെയും കൂടി കഴിക്കാൻ വേണ്ടി കയറിയാൽ എങ്ങനെയായാലും ഒരു 3/4 മണിക്കൂർ അവിടെ പോവും. അപ്പോൾ അതുകൊണ്ട് ബിരിയാണി വാങ്ങി 4 പേരും അതൊന്ന് ഉരുട്ടി കഴിച്ചു. എന്താ പറയുക, അവർക്ക് ഉരുള ഉരുട്ടിയിട്ട് വായിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അവരത് കഴിക്കും. അങ്ങനെ ആയതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ നമുക്കവിടെ എത്താൻ പറ്റിയത് തന്നെ. അപ്പോൾ അങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ലുലു മാളും നമ്മൾ കണ്ടു. ഇപ്പോൾ ഒരു ദിവസം 2 മാളും കാണാൻ പറ്റി. അങ്ങനെ അതിനെ പറ്റിയിട്ടൊക്കെ തമാശകളൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ്. പുറത്തുനിന്ന് നമുക്ക് കാണാം, ഉള്ളിൽ കയറുന്നതല്ലേ നമുക്ക് കുറച്ചൊരു ഇതുള്ളത്. അപ്പോൾ എന്തായാലും തിരിച്ചു വരുമ്പോൾ കയറാം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഏട്ടന് ഒരാഴ്ചക്കലത്തെ വർക്ക് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരികയാണ്. എന്തായാലും സ്കൂൾ വെക്കേഷനും ആണ്. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ വരണോ എന്ന് തമാശയ്ക്ക് ചോദിച്ചതാണ്. എന്നാലും ഇതിലിടയ്ക്ക് ഇവിടെ നമ്മുടെ ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഏട്ടൻ പഠിക്കുന്ന കാലത്തുള്ള സ്ഥലങ്ങളും അവിടുത്തെ കടകളും വായനശാലയും ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതിലിടയ്ക്ക് കുട്ടികളുടേതായ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം മാറ്റിയത്. അപ്പം നമ്മൾ പോകുന്നത് ചിത്രാഞ്ജലിയിലോട്ടാണ്. അവിടെയാണ് വർക്കുള്ളത്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഒരാഴ്ച വർക്ക്. അപ്പോൾ അവിടെ ഏതായാലും നമ്മൾ വന്നിട്ടുണ്ട് ഒരുപാട് തവണ. എങ്കിലും അവിടെ നിൽക്കാനൊരു അവസരം കിട്ടുമ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ
ഒരാഴ്ച ചിത്രാഞ്ജലിയുടെ ഉള്ളിൽ നമ്മളും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ചിത്രാഞ്ജലിയിലേക്ക് പോകുന്ന വഴി, ചിത്രാഞ്ജലി സ്റ്റുഡിയോ. അങ്ങനെ നമ്മൾ അതിനുള്ളിൽ കയറുകയാണ്. അപ്പോൾ നമ്മൾ ചിത്രാഞ്ജലിയുടെ ഉള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന വണ്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലുള്ള വണ്ടികളാണ് കേട്ടോ. അപ്പോൾ അതും ഈ വഴിയിൽ തന്നെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പോലീസ് സ്റ്റേഷനും ഉണ്ട്. ഇതാണ് ചിത്രാഞ്ജലിയുടെ മെയിൻ ഗേറ്റ്. അപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവർ കൺഫേം ചെയ്യുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് കയറുന്നത്. അപ്പോൾ ഇതാണ് ആള് തുടക്കത്തിൽ പേരും ഫോൺ നമ്പറൊക്കെ കൺഫേം ചെയ്ത് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. അങ്ങനെ ഇനി ഇതിനുള്ളിലോട്ട് കയറിയാലാണ് നല്ല രസം. നമ്മുടെ വീഡിയോയിൽ പകർത്തുന്ന പോലെ ഒന്നല്ല നേരിട്ട് കാണാൻ. ഒരുപാടുണ്ട്. നടന്ന് നടന്ന് നമുക്ക് എത്തൂല, അത്രയും സ്ഥലങ്ങളുണ്ട്. കാട് പോലെ, ചിലപ്പോൾ പേടിയൊക്കെ ആവും. അങ്ങനെ എന്നാലും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏട്ടൻ്റെ സിനിമ എന്ന് പറയുന്നത് തന്നെ ജനാധിപൻ എന്ന് പറയുന്ന സിനിമ അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ അവിടെ ഊഞ്ഞാൽ, അപ്പം അന്ന് വന്ന ടൈമിൽ അവിടെ ഒരു ഊഞ്ഞാലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോഴും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതവിടെ ഉണ്ട്. 2 ഉണ്ടായിരുന്നു, അതിലൊന്ന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ വണ്ടി നിർത്തിയ പാട് അവർ വേഗം ഇറങ്ങിയിട്ട് അതിൽ ഊഞ്ഞാലാടാനൊക്കെ ശ്രമിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ റൂമിൻ്റെ കീ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ നമ്മൾ ചില സിനിമകളിൽ അവരിത് ഹോസ്പിറ്റലൊക്കെ ആക്കിയിട്ടൊക്കെ മാറ്റുന്ന സ്ഥലങ്ങളൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരാണ്? ചിത്രാഞ്ജലിയിലെ ഗസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഗസ്റ്റ് റൂമിലാണ് താമസം. പിന്നീട് റൂം കയറിയതിന് ശേഷം റൂമിൻ്റെത് പിന്നെ കാണിക്കാം. അതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി. വഴിയിലൊന്നും ചായ കുടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പം റൂമിൽ കയറി സാധനങ്ങളൊക്കെ അവിടെ വെച്ചതിന് ശേഷം ചായ കുടിക്കാൻ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എവിടെ പോകണം എന്ന് ചോദിച്ചപ്പോൾ ഒരു തവണ വന്നിട്ട് കോവളത്ത് പോയിട്ടുണ്ടായിരുന്നു. അത് രാത്രിയാണ് പോയത്. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ അവിടെ തന്നെ പോവാം എന്ന് വിചാരിച്ചിട്ട് കോവളത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോഴും ഇതേപോലെ തന്നെ രാത്രി തന്നെയാണ് ഉണ്ടായിരുന്നത്. എത്തിയത് അവിടെ. എന്നാലും കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു സമയം ചിലവഴിച്ചിട്ട് ചായയും കുടിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. അങ്ങനെ പറയാൻ മാത്രം തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ തിരക്ക് കുറവായിരുന്നു. ടൂറിസ്റ്റുകളായാലും ഒക്കെ എന്താണെന്നറിയില്ല. അങ്ങനെ അപ്പോൾ എന്തായാലും കുറച്ച് നേരം അവരവിടെ അവരുടെ കളികളും ഒക്കെ നടത്തിയിട്ട് തിരിച്ചു പോന്നു. അവിടെയൊക്കെ സാധനങ്ങൾ വെക്കുന്ന കടകളാട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങോട്ടൊന്നും പോയില്ല, അത്രേ ഉള്ളൂ.